ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഒക്ടോബറിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയായിരുന്നേ. ഇത്രയും വർഷം ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വീക്കെൻഡ് വന്നപ്പം എവിടെയെങ്കിലും പോകണ്ടേന്ന് വിചാരിച്ചിട്ടൊന്ന് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തങ്ങ് പോയതാട്ടോ. മഴയില്ലായിരുന്നു, തലേദിവസം വരെ മഴയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്ത് പോയി. പിന്നെ പോണ വഴിക്കുണ്ടല്ലോ നല്ല രസമാണ്. ഇങ്ങനെ പനത്തോട്ടമാണ്. അപ്പം പനത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ചെറിയ വഴിയാണ് കേട്ടോ ഈ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഏരിയയിലോട്ട് നമ്മൾ കിടക്കും. അങ്ങനെ ചെന്ന് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തും കേട്ടോ. അതുപോലെ ബ്യൂട്ടിഫുൾ പ്ലേസിൽ കൂടെ പോയി സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ ഒരു പുഴ ഒഴുകി താഴേക്ക് പോകുന്നത് നമുക്ക് മുകളിൽ അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. മുകൾ വശത്താണ് എത്തുന്നത്. അവിടുന്ന് കുറേ ഈ കല്ല് വെച്ച താഴേക്കുള്ള വഴി കേട്ടോ. താഴേക്ക് നന്നായിട്ട് ഇറങ്ങി പോകണം കേട്ടോ. അതിൽ കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ തലേദിവസം മഴ പെയ്തതിൻ്റെ തന്നെ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരു ആവേശത്തിൽ ഇറങ്ങിപ്പോയിട്ടോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ചയുണ്ടല്ലോ, എൻ്റെ ദൈവമേ പറയണ്ട, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ അവിടെ കുറേ വീഡിയോസ് ഫോട്ടോസ് പിള്ളേർക്ക് പിന്നെ അവിടെ നിന്ന് പോരണേന്നേ ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിൽക്കണം. പിന്നെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു പ്രകൃതി ഗ്രാമത്തിൻ്റെ ബോർഡ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് വിചാരിച്ചു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അതാട്ടോ പേര്. അപ്പോൾ അവിടെ ഇറങ്ങി ചെറിയ എമൗണ്ട് എന്തോ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. അവിടെയൊക്കെ കണ്ടു. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിൽ കൂടെ കയറി നമുക്ക് അക്കരെ പോകാം. അപ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ആ ഗാർഡനിലൊരു സെപ്പറേറ്റ് ചെറിയ എമൗണ്ട് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ പിന്നെ കയറിയില്ല, ബ്രിഡ്ജിൽ കൂടെ നടന്നു, കുറച്ച് ഫോട്ടോസ് എടുത്ത. റിവറിൽ ഇങ്ങനെ തട്ടായിട്ട് വെള്ളം വീഴുന്ന കാണാനൊക്കെ നല്ല രസമാട്ടോ. പിന്നെ അവിടെയൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ആതിരപ്പള്ളിയിൽ പോകാത്തവരുണ്ട്, എല്ലാവരും പോകണം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. അതായത് കുറച്ച് മഴയൊക്കെ കഴിഞ്ഞ് ഒരു വെയിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് പോയാൽ നല്ല അടിപൊളിയായിട്ട് വാട്ടർഫോൾ കാണാം. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു 1 മിനിറ്റിൻ്റെ കാണും ആ വാട്ടർഫോളിൻ്റെ സൗണ്ട്. അതൊരു പ്രത്യേക എഫക്റ്റ് ആട്ടോ. അത് വീഡിയോ ഇടാട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. പിന്നെ പോകുന്ന വഴി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പം ശരിക്കും എന്താ പറയുക, ആ റോഡ് അങ്കമാലി കഴിഞ്ഞ് മുക്കന്നൂർ അങ്ങനെ ഏതോ ഒരു സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞുള്ള റോഡിൻ്റെ ഭംഗി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു പേപ്പർ വേസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും കാണാനില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡ്. അവിടെ വീട്ടുകാരൊക്കെ ആണെങ്കിലും സമ്മതിച്ചല്ലേ പറ്റത്തുള്ളൂ, അവിടെ താമസിക്കുന്നവരെ. പഞ്ചായത്താണേലും വീട്ടുകാരാണേലും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ കെയർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു റോഡ് കേട്ടോ. ഞാൻ ഈ കേരളത്തിൽ വേറെ എങ്ങും ഇത്രയും ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത റോഡ് കണ്ടിട്ടില്ല. ബ്യൂട്ടിഫുള്ളായിരുന്നു.